സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഭഗവാൻ നമ്മളെ വിട്ടു പോവില്ല. പാലിൽ നിന്നും ജലവും ജലത്തിൽ നിന്നും പാലും വിട്ടുപോകാത്ത പോലെ തന്നെയാണ് ഭഗവാനിൽ നിന്നും ഭക്തനും, ഭക്തനിൽ നിന്നും ഭഗവാനും വിട്ടുമാറാൻ സാധിക്കില്ല. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, അതുപോലെ തന്നെ ഭഗവാന്റെ മന്ത്രങ്ങൾ എങ്ങനെയാണ് ജപിക്കുക, മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്ന സമയത്ത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഒത്തിരി ആളുകൾ ചോദിച്ചൊരു കാര്യമാണ്. ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കാനായിട്ട് ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ മനസ്സാണ് ശുദ്ധി വരുത്തേണ്ടത്. ആ ശുദ്ധമായ മനസ്സിലൂടെ വേണം നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാനായിട്ടും മന്ത്രങ്ങൾ ചൊല്ലാനായിട്ടും. നമ്മുടെ മനസ്സിൽ നമ്മൾ അസൂയയും കുറ്റും കുശുമ്പും വെച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അദ്ദേഹം അത് കേൾക്കില്ല. അദ്ദേഹം ഇതേ കേൾക്കും, ഇതേ വിടും. അദ്ദേഹം അത് കേൾക്കില്ല, കാരണം അദ്ദേഹത്തിന് അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ല. നമ്മൾ പരിശുദ്ധമായ മനസ്സോടുകൂടെ വേണം ഭഗവാനെ നാമം ജപിക്കാനും മന്ത്രം ജപിക്കാനായിട്ട്. നമ്മുടെ മനസ്സിൽ കുറെ അസൂയയും കുറ്റും കുശുമ്പും വെച്ചിട്ട് ഭഗവാനെ വിളിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ നാരായണ നാരായണ എന്ന് വിളിക്കുന്നുണ്ടാവും, പക്ഷെ അദ്ദേഹം കേൾക്കില്ല. നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാതിരിക്കുന്ന സമയത്താണ് നമുക്ക് ഓർമ്മ വരിക, നമ്മുടെ അയൽവാസി ഒരു കാറ് വാങ്ങി, എന്താ ഭഗവാൻ എനിക്ക് അതുപോലെ ഒരു കാറ് വാങ്ങിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ എന്താണ് എനിക്കത് കിട്ടാത്തത്, അങ്ങനത്തെ എനിക്ക് സാധിച്ചു തരാത്തത്, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാള് ഒരു ബൈക്ക് വാങ്ങിച്ചു, ഭഗവാൻ എനിക്ക് അതുപോലെ ഒന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ അസൂയയാണ്. അവരത് വാങ്ങിക്കുന്നു എന്നുള്ളത് അവർ കഠിനമായി അധ്വാനിച്ചിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോഴും നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ്? അസൂയയാണ്. കാരണം അവർക്കത് കിട്ടി, എന്തുകൊണ്ടാണ് ഭഗവാൻ എനിക്കത് കിട്ടാത്തത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് നടക്കാത്തത്, അങ്ങനെ സാധിച്ചു തരാത്തത്. നമ്മുടെ മനസ്സിൽ അസൂയാണ് ഉളവാക്കുന്നത്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ മനസ്സ് പരിശുദ്ധമായിട്ട്, ആ പരിശുദ്ധമായ മനസ്സിലൂടെ വേണം നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാത്തൊരു പ്രാർത്ഥനയും അദ്ദേഹം കേൾക്കില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കുക? പരിശുദ്ധമായ പാല് പോലെയാവണം നമ്മുടെ മനസ്സ്. പരിശുദ്ധമായ പാലിൽ എത്രത്തോളം ജലം ഒഴിച്ചാലും ആ ജലവും പാലും വേറിട്ട് കാണില്ല എന്നുള്ളതാണ്. ആ പാലിന്റെ നിറമായിരിക്കും ജലത്തിന്. ഒരിക്കലും ജലത്തിൽ നിന്നും പാലും പാലിൽ നിന്നും ജലവും ഒരിക്കലും വേറിട്ട് കാണില്ല. അതുപോലെയാകണം ഭക്തന്റെ മനസ്സും ഭഗവാന്റെ മനസ്സും. ഭക്തന്റെ മനസ്സിലേക്ക് ഭഗവാന്റെ വാസം തുടങ്ങണം. പരിശുദ്ധമായ മനസ്സോടുകൂടെ വേണം നമ്മൾ ഏതൊരു മന്ത്രം ജപിക്കാനും നാമം ജപിക്കാനായിട്ട്. ആ പരിശുദ്ധമായ മനസ്സോടുകൂടെ വേണം നമ്മൾ നാമം ജപിക്കാനായിട്ട്. നമ്മൾ പാലിൽ എത്രത്തോളം വെള്ളം ഒഴിച്ചാലും ആ പാലിന്റെ നിറമായിരിക്കും ജലത്തിന്. ഒരിക്കലും ആ പാലിൽ നിന്ന് ജലം വിട്ടുമാറി നിൽക്കില്ല. അതുപോലെ തന്നെ ജലത്തിൽ നിന്നും പാലും വിട്ടുമാറി നിൽക്കില്ല. ആ ജലത്തെ പാല് കവർ ചെയ്യാണ്, തന്റെ നിറം ജലത്തിന് കൊടുക്കുകയാണ്. നമ്മളെ ഭഗവാൻ സംരക്ഷിക്കുകയാണ്. പരിശുദ്ധമായ മനസ്സിൽ ഭഗവാന്റെ വാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഭഗവാൻ നമ്മളെ വിട്ടു പോവില്ല. പാലിൽ നിന്നും ജലവും ജലത്തിൽ നിന്നും പാലും വിട്ടുപോകാത്ത പോലെ തന്നെയാണ് ഭഗവാനിൽ നിന്നും ഭക്തനും, ഭക്തനിൽ നിന്നും ഭഗവാനും വിട്ടുമാറാൻ സാധിക്കില്ല. പരിശുദ്ധമായ മനസ്സിന്റെ ഉടമയിൽ ഭഗവാൻ തന്നെ വന്നു ചേരുന്ന പറയാ. ഭഗവാൻ പോലും അവരുടെ മുന്നില് പ്രത്യക്ഷപ്പെടുന്ന പറയാ. ഒരുപാട് ആളുകൾ പറയും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണെന്ന്. ഒരുപാട് ആളുകൾ ചോദിക്കും ഇത് നടക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നടക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുരാണങ്ങളിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. കുറൂരമ്മ, പൂന്താനം നമ്പൂതിരിപ്പാട്, ഭക്തമീര, ഇവരെല്ലാം തന്നെ മനുഷ്യരാശിയിൽ പിറന്ന മനുഷ്യരാണ്. എന്നിട്ട് പോലും ഭഗവാന് ദർശനം കിട്ടിയ ആളുകളാണ്. അപ്പൊ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്നതിൽ തെറ്റാണ്, കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുരാണങ്ങളിൽ പോലും ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ഒട്ടനവധി ഭക്തന്മാരുടെ കഥ നമുക്കറിയാം. അപ്പൊ ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം നടക്കും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ അസൂയയും കുശുമ്പും കുനുറ്റും ഒഴിച്ചു വെച്ചുകൊണ്ട് പാല് പോലെ പരിശുദ്ധമായിട്ട് വേണം ഭഗവാനോട് പ്രാർത്ഥിക്കാനായിട്ട്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.